friends, welcome to Algeometry in Malayalam. Last video, we parallel lines transversal intersect corresponding angles, alternate interior angles, and co-interior angles. These angles and properties last video discuss. In this video, I parallel lines and transversal relate to examples discuss. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ ചാനലിനെ പറ്റി പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അല്ലേ, ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫിഗറിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് AB ഈസ് പാരലൽ ടു CD, ആംഗിൾ BXM ഈക്വൽ ടു 135 ഡിഗ്രി, angle MYC equal to 40 degree. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആംഗിൾ XMY യുടെ മെഷറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫിഗർ ഇപ്പം ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിന് സൊല്യൂഷൻ കിട്ടത്തില്ല. കാരണം നമ്മൾ പഠിച്ചിരിക്കുന്ന തിയറം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു? പാരലൽ ലൈൻസും ട്രാൻസ്വേഴ്സിലും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പാരലൽ ലൈൻസ് ഉണ്ട്, പക്ഷെ ഒരു ട്രാൻസ്വേഴ്സിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം ഇതൊരു ട്രാൻസ്വേഴ്സ് എന്ന് തോന്നുമെങ്കിലും ഇവിടെ വന്നിട്ട് അത് അടുത്തൊരു ലൈനായിട്ട് മാറുക. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും സൊല്യൂഷൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രാൻസ്വേഴ്സിൽ വരുന്ന രീതിയിൽ ഈ ഫിഗറിനെ ഒന്ന് മാറ്റണം, ഒരു കൺസ്ട്രക്ഷൻ വരുത്തിയിട്ട് ഒരു ചെറിയൊരു മാറ്റം വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ M പോയിന്റിലൂടെ നമ്മൾ ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, PQ. അപ്പോൾ PQവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ PQ ഈസ് പാരലൽ ടു AB ആൻഡ് പാരലൽ ടു CD. കാരണം AB ഈസ് പാരലൽ ടു CD ആണല്ലോ. അപ്പോൾ PQ ഈസ് പാരലൽ ടു AB പാരലൽ ടു CD. ഇനി ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്. പാരലൽ ലൈൻസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്വേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിനെ ഇന്റർസെക്ട് ചെയ്യാൻ ഒരു ട്രാൻസ്വേഴ്സിലുണ്ട് MY. ഇത് നമ്മൾ പഠിച്ച ആക്സിയംസോ തിയറംസോ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ 135 ഡിഗ്രി ഉണ്ട്. നമുക്കിപ്പോൾ വേണ്ടത് XMY എന്ന് പറയുന്ന ആംഗിൾ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ XMY എന്ന് പറയുന്നത് രണ്ട് പാർട്ടാണ്. ഇവിടെ ഇതൊരു പോർഷൻ, ഇതൊരു പോർഷൻ. അപ്പൊ ഈ പോർഷനും കിട്ടിയ രണ്ടുകൂടെ ആഡ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് XMY എന്നുള്ള ആംഗിളിന്റെ മെഷർമെന്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ പോർഷൻ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ABയും പാരലൽ ടു PQ, AB പാരലൽ ടു PQ എന്ന് പറയുന്ന പെയർ ഓഫ് പാരലൽ ലൈൻസ് ആണ് ആദ്യം എടുക്കേണ്ടത്. ഇനി അതിന്റെ ട്രാൻസ്വേഴ്സിലാണ് XM എന്ന് പറയുന്നത്. ഇനി 135 ഡിഗ്രിയുടെ കോഇൻറ്റീരിയർ ആംഗിൾ ആണ് ഈ പറയുന്ന ആംഗിൾ XMQ. അതായത് ഈ ആംഗിൾ XMQ എന്ന് പറയുന്നത് 135 ഡിഗ്രിയുടെ കോഇൻറ്റീരിയർ ആംഗിളിന്റെ പെയർ ആണ്, അല്ലേ? കാരണം ഈ രണ്ട് ആംഗിൾസും ലൈ ചെയ്യുന്നത് ട്രാൻസ്വേഴ്സലിന്റെ ഒരേ സൈഡിൽ തന്നെയാണ്. ട്രാൻസ്വേഴ്സലിന്റെ റൈറ്റ് സൈഡിലാണ് ഈ രണ്ട് ഇന്റീരിയർ ആംഗിൾസും ഉള്ളത്. അപ്പോൾ 135 ഡിഗ്രിയുടെ കോഇൻറ്റീരിയർ ആംഗിൾ ആണ് ആംഗിൾ XMQ എന്ന് പറയുന്നത്. ഇനി കോഇൻറ്റീരിയർ ആംഗിളിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കോഇൻറ്റീരിയർ, ഇഫ് ടു ലൈൻസ് ആർ പാരലൽ then the cointerior angles will be supplementary. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആംഗിൾ BXM പ്ലസ് ആംഗിൾ XMQ is equal to 180 degree. റീസൺ എന്താ? കോയിൻറ്റീരിയർ ആർ സപ്ലിമെന്ററി. ഇനി ഇതിനു മുമ്പ് നമ്മളൊരു കാര്യം മെൻഷൻ ചെയ്യണം, പെയർ ഓഫ് പാരലൽ ലൈൻസ് ആണ് എടുത്തത്. അപ്പോൾ ഈ AB ഈസ് പാരലൽ ടു PQ, ആംഗിൾ BXM പ്ലസ് ആംഗിൾ XMQ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ നമുക്കൊരു പാരലൽ ലൈൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ സപ്ലിമെന്ററി എഴുതിയെന്ന് ഒന്നുകൂടെ ക്ലിയർ ആവുകയും ചെയ്യും. ഇനി BXMന്റെ മെഷർ നമുക്കറിയാം 135 ഡിഗ്രി. അപ്പോൾ 135 പ്ലസ് XMQ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ XMQ എന്ന് പറയുന്നത് 180 മൈനസ് 135 ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ കിട്ടി 45 ഡിഗ്രി.
ഇനി നമ്മൾ അടുത്ത പോർഷൻ എടുക്കുകയാണ്, ആംഗിൾ ക്യു എം വൈ. അവിടെ നമ്മൾ എന്തെടുക്കണമെന്ന് വെച്ചാൽ പി ക്യു പാരലൽ ടു സി ഡിയും എം വൈ എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സിലാണ് എടുക്കേണ്ടത്. തന്നിരിക്കുന്ന മെഷർ എന്ന് പറയുന്നത് ആംഗിൾ എം വൈ സി ആണ്, 40 ഡിഗ്രി. അപ്പൊ ഈ എം വൈ സി നോക്കുകയാണെങ്കിൽ എം വൈ സിയുടെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ് നമുക്ക് വേണ്ട ആംഗിൾ ക്യു എം വൈ എന്ന് പറയുന്നത്. കാരണം എന്താ, ഇവിടെ ഒരു ഇസഡ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. അപ്പോൾ ഈ 40 ഡിഗ്രിയുടെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ് ഈ പറയുന്ന ആംഗിൾ ക്യു എം വൈ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തെഴുതാൻ പറ്റും, ഇത് 40 ഡിഗ്രിയാണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ സ്റ്റെപ്പായിട്ട് എഴുതാം. If PQ parallel to CD, angle QMY is equal to angle MYC. Reason എന്താ, alternate interior angles are equal. QMY വാല്യൂ ആംഗിൾ MYC നമുക്കറിയാം 40 ഡിഗ്രി ആണ്. അപ്പോൾ ആംഗിൾ QMY is equal to 40 ഡിഗ്രി. അപ്പോൾ നമുക്ക് രണ്ട് പോർഷനും കിട്ടി. ഇനി നമുക്ക് ആംഗിൾ XMY കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ രണ്ട് കിട്ടിയ മെഷർമെന്റ്സിനെ ഒന്ന് ആഡ് ചെയ്യണം. ആംഗിൾ XMQ പ്ലസ് ആംഗിൾ QMY ഈക്വൽ ടു 45 പ്ലസ് 40 ഈക്വൽ ടു 85 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആംഗിൾ XMYയുടെ വാല്യൂ അല്ലെങ്കിൽ മെഷർ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. ക്യു ആർ പാരലൽ ടു എസ് ടി. ക്യു ആർ എന്ന് പറയുന്നത് ആംഗിൾ പി ക്യു ബിയുടെ ആംഗിൾ ബൈസെക്ടർ, എസ് ടി എന്ന് പറയുന്നത് ആംഗിൾ ക്യു എസ് ടിയുടെ ആംഗിൾ ബൈസെക്ടർ. ഇനി ക്യു ആർ ഈസ് പാരലൽ ടു എസ് ടി, then we have to prove that AB is parallel to CD. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ തന്നിട്ടുള്ളത് ക്യു ആർ പാരലൽ ടു എസ് ടി, പ്രൂവ് ദാറ്റ് AB is parallel to CD. അപ്പോൾ നമ്മൾ ക്യു ആർ പാരലൽ ടു എസ് ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രാൻസ്വേഴ്സലായിട്ട് എടുക്കാൻ പറ്റും പി യു ഇല്ലേ. ക്യു ആർ എന്ന് പറഞ്ഞൊരു ലൈനും എസ് ടി എന്ന് പറഞ്ഞൊരു ലൈനും ഉണ്ടെങ്കിൽ അതിനെ ഇന്റർസെക്ട് ചെയ്യുന്ന മറ്റൊരു ലൈനല്ലേ പി യു എന്ന് പറയുന്നത്. അപ്പോൾ ക്യു ആർ പാരലൽ ടു എസ് ടി, ഇഫ് ക്യു ആർ പാരലൽ ടു എസ് ടി ആൻഡ് പി യു ഈസ് ദ ട്രാൻസ്വേഴ്സൽ. ഇനി പി യു എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ ആംഗിൾ പി ക്യു ആർ, ആംഗിൾ ക്യു എസ് ടി, ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കുമല്ലോ ഇല്ലേ. അതായത് ക്യു ആർ പാരലൽ ടു എസ് ടി ആണെങ്കിൽ പി യു നമുക്കൊരു ട്രാൻസ്വേഴ്സലായിട്ട് എടുക്കുകയാണെങ്കിൽ ആംഗിൾ പി ക്യു ആറും ആംഗിൾ ക്യു എസ് ടിയും കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. കാരണം എന്താ, ക്യൂവിന്റെ റൈറ്റ് സൈഡിൽ അപ്പർ പോർഷനിലാണ് ആംഗിൾ പി ക്യു ആർ ഉള്ളത്, അതുപോലെ തന്നെ എസിന്റെ റൈറ്റ് സൈഡിൽ അപ്പർ പോർഷനിലാണ് ഈ ആംഗിളും ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. അപ്പൊ ഈ ക്യൂ ബിയും എസ് ടിയും കൺസിഡർ ചെയ്യരുത്. അത് കൺസിഡർ ചെയ്യുന്നത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഈ ക്യൂ ബിയും എസ് ടിയും ഇല്ലെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ ലൈൻ ഇങ്ങനല്ലേ വരുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. അപ്പോൾ ക്യു ആർ പാരലൽ ടു എസ് ടി ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ പി ക്യു ആർ ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു എസ് ടി. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി ഇതിന്റെ ഡബിൾ എടുക്കുകയാണ്. രണ്ട് സൈഡിൽ ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ആംഗിൾ പി ക്യു ആർ ഈസ് ഈക്വൽ ടു 2 ആംഗിൾ ക്യു എസ് ടി. ഞാൻ രണ്ടിടത്തും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഈ പി ക്യു ആർ എന്ന് പറയുന്നത് ശരിക്കും പി ക്യു ബിയുടെ ഹാഫ് ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ പി ക്യു ആർ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ആംഗിൾ പി ക്യു ബി ആണ്. കാരണം എന്താ, ക്യു ആർ എന്ന് പറയുന്നത് അതിന്റെ ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട്. അപ്പോൾ ആംഗിൾ പി ക്യു ബി എന്ന് പറയുന്നത് എന്താ, 2 ടൈംസ് ആംഗിൾ പി ക്യു ആർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ക്യു എസ് ടി. ക്യു എസ് ടി എന്ന് പറയുന്നത് ആംഗിൾ ക്യു എസ് ഡിയുടെ ഹാഫ് ആയിരിക്കും.
അതിന് റീസൺ എന്താ? എസ് ടി എന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട്. അപ്പോൾ ആംഗിൾ ക്യു എസ് ടി എന്ന് പറയുന്നത് എന്താ? 2 times ആംഗിൾ ക്യു എസ് ടി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷനും ഇതും ഈ ഇക്വേഷനോടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? 2 ആംഗിൾ പി ക്യു ആർ എന്ന് വെച്ചാൽ ആംഗിൾ പി ക്യു ബിയും 2 ആംഗിൾ ക്യു എസ് ടി എന്ന് പറയുന്നത് ആംഗിൾ ക്യു എസ് ഡിയും ആണ്. അപ്പൊ ഈ 2 ആംഗിൾ പി ക്യു ആറിന് പകരം നമുക്ക് ആംഗിൾ പി ക്യു ബി എഴുതാലോ. ആംഗിൾ പി ക്യു ബി. അതുപോലെ തന്നെ 2 ആംഗിൾ ക്യു എസ് ടിക്ക് പകരം നമ്മൾ ഇവിടെ എഴുതിയ ആംഗിൾ ക്യു എസ് ഡി വരും. ആംഗിൾ ക്യു എസ് ടി. ഇനി അപ്പൊ ഇവിടെ ഇതിന്റെ ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ ഫ്രം 1, 2 and 3 ഇതിൽ നിന്നാണ്, ഈ 3 ഇക്വേഷൻസിനാണ് നമ്മൾ ഈ കൺക്ലൂഷനിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത്. ഇനി പി ക്യു ബി ഈക്വൽ ടു ക്യു എസ് ഡി എന്ന് പറയുന്നത് എന്താ? എ ബി സി ഡി നമ്മൾ 2 ലൈൻസ് എടുക്കുകയാണെങ്കിൽ പി യു എന്ന് പറയുന്ന ഒരു ട്രാൻസ്വേഴ്സൽ എടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ? പി ക്യു ബിയും ക്യു എസ് ഡിയും ട്രാൻസ്വേഴ്സൽ പി യു എന്ന ട്രാൻസ്വേഴ്സൽ എ ബിയെയും സി ഡിയെയും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ എന്താ പ്രൂവ് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന 2 കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ആക്സിസിന്റെ കോൺവേഴ്സ് ആയിരുന്നു കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ലൈൻസ് പാരലൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് എ ബിയും സി ഡിയും പാരലൽ ലൈൻസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. ഈ ഒരു ക്യൂബിയും എസ് ടി എന്ന് പറയുന്ന ഒരു പോർഷൻ, ഒരു സെഗ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയേ ചെയ്യരുത്. അപ്പൊ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പി ക്യു ആറും ആംഗിൾ ക്യു എസ് ടിയും കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിട്ട് മനസ്സിലാവും. ക്യു ആർ പാരലൽ ടു എസ് ടി ആയതുകൊണ്ട്. അപ്പൊ ഈ 2 കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്താ? ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഡബിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഡബിൾ എടുക്കാൻ കാരണം എന്താ? ക്യു ആറും എസ് ടിയും ആംഗിൾ ബൈസെക്ടേഴ്സ് ആയതുകൊണ്ട്. അപ്പൊ പി ക്യു ബി ഈക്വൽ ടു ആംഗിൾ ക്യു എസ് ടി ആയിരിക്കും. അപ്പോൾ 2 ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതാണ് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പി ക്യു പാരലൽ ടു ആർ എസ്, പി ക്യു പാരലൽ ടു ആർ എസ്, ആർ എസ് ഇസ് പാരലൽ ടു ടി എഫ്. പിന്നെ ടി പി ഈസ് പെർപെൻഡിക്കുലർ ടു പി ക്യു, ആംഗിൾ ക്യു ടി എഫ് ഈക്വൽ ടു 55 ഡിഗ്രി, ദെൻ ഫൈൻഡ് എക്സ് വൈ സെഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം. അപ്പൊ ഇതിൽ നമുക്ക് എക്സും വൈയും സെഡും ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് വൈ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് ആർ എസ് ഈസ് പാരലൽ ടു ടി എഫും തന്നിട്ടുണ്ട്. അപ്പൊ ആർ എസും ടി എഫും എടുത്തിട്ട് ടി എസ് എന്ന് പറയുന്നത് അതിന്റെ ട്രാൻസ്വേഴ്സലായിട്ടും കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ വൈയും 55 ഡിഗ്രി എന്ന് പറയുന്നത് അതിന്റെ കോഇൻറ്റീരിയർ ആംഗിൾസ് ആണ് അല്ലേ? കാരണം ട്രാൻസ്വേഴ്സിന്റെ ഒരു സൈഡിൽ തന്നെയാണ് ഈ 2 ഇന്റീരിയർ ആംഗിൾസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അത് കോഇൻറ്റീരിയർ ആംഗിൾസ് ആയിരിക്കും. അപ്പൊ if RS is parallel to TF, y plus 55 is equal to 180 degree. And the reason is the co-interior angles are supplementary. So y another 180 minus 55 equal to 125 degree in കിട്ടും. നമുക്ക് എക്സ് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ പി ക്യു പാരലൽ ടു ആർ എസ് എടുക്കുകയാണെങ്കിൽ, പി ക്യു പാരലൽ ടു ആർ എസ് എടുക്കുകയാണെങ്കിൽ എക്സും വൈയും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലേ? കാരണം ക്യു എസ് എന്ന് പറയുന്നത് അതിന്റെ ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ എക്സും വൈയും കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. അപ്പോൾ ഈ പി ക്യു ഈസ് പാരലൽ ടു ആർ എസ് എക്സ് ഈക്വൽ ടു വൈ. കാരണം റീസൺ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഇപ്പോൾ വൈ 125 ഡിഗ്രി ആണെങ്കിൽ
എക്സിൻ്റെ മെഷറും 125 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ നമുക്ക് എക്സും കിട്ടി. ഇനി ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടി പി ഈസ് പെർപെൻഡിക്കുലർ ടു പി ക്യു. അതുകൊണ്ട് എന്താ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഇനി പി ക്യു പാരലൽ ടു ആർ എസ് ആണ്, ആർ എസ് പാരലൽ ടു ടി എഫ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, പി ക്യു ഈസ് പാരലൽ ടു ടി എഫ്. പി ക്യു പാരലൽ ടു ആർ എസ് പാരലൽ ടു ടി എഫ്. അപ്പോൾ അതുകൊണ്ട് therefore PQ is parallel to TF. ഇനി PQ parallel to TF ആണ്. PT എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സലും ആണെങ്കിൽ ഈ ആംഗിൾ TPQവും PTFും, അതായത് ഈ രണ്ട് ആംഗിൾസും കോഇൻറ്റീരിയർ ആംഗിൾ ആയിരിക്കും. അപ്പോൾ നടുക്കുള്ള പാരലൈൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ രണ്ട് ആംഗിൾസ് മാത്രം കൺസിഡർ ചെയ്യണം. ഈ PT എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സലും ആണെങ്കിൽ ഇത് രണ്ടും കോഇൻറ്റീരിയർ ആംഗിൾസ് ആയിരിക്കും. So therefore angle TPQ plus angle PTF is equal to 180 degree. Since cointerior angles are supplementary. TPQ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. 90 പ്ലസ് PTFന്റെ ഈ ഒരു പോർഷൻ നമുക്കറിയാം, ഇത്രയും പോർഷൻ അറിയാം, അതെന്താ 55. ഇനി ബാക്കിയുള്ള പോർഷനാണ് ഇസഡ്, അൺനോൺ വാല്യൂ ആയിട്ടുള്ള ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ 145 പ്ലസ് ഇസഡ് ഈക്വൽ ടു 180. അപ്പോൾ therefore z ഈക്വൽ ടു 180 മൈനസ് 145 ഈക്വൽ ടു 35 ഡിഗ്രി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, വൈയുടെ വാല്യൂ കിട്ടി, അതുപോലെ തന്നെ ഇസഡിന്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഇത്രയാണ് പാരലൽ ലൈൻസ് ആൻഡ് ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്ന പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റുവൽ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 എക്സാമ്പിൾസ് ഉണ്ട്. ആ 3 എക്സാമ്പിൾസ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സസൈസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്, എക്സസൈസ് 6.2. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ, ഹാപ്പി ലേണിംഗ്.